ഈ പോയിക്കൊണ്ടിരിക്കണ പോക്കൊരു പോക്കായിരുന്നു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? എന്നാൽ ഇപ്പം കണ്ടോ, ആദ്യം ഈ സ്കൂട്ടർ എവിടെയെങ്കിലും ഒന്ന് ലാൻഡ് ആക്കിയിട്ട് വേണം പുറകേലിരിക്കണ ബദൂരിനായിട്ട് അങ്ങ് ദൂരെ ട്രിവാൻഡ്രം വരെ ഒന്ന് പോയിട്ട് വരാൻ. അതാ കാറുമായി വരുന്നു മറ്റൊരു വേള. ആഹാ, തികഞ്ഞ് സബാഷ്. ഈ ടൊമെക്സിൻ്റെ പരസ്യത്തിലേ 99.99% കൃമികളും ചത്തിട്ട് 2 കൃമികൾ മാത്രം കിടന്ന് ഞൊളയുന്ന പോലെ ഇവന്മാരി ഞൊളഞ്ഞോണ്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? എൻ്റെ പൊന്നോ, ഈ കറി കയറിയപ്പം പോലെ ഇന്നൊക്കെ പൊടി എല്ലാവരും വാങ്ങ എന്നും പറഞ്ഞ് വയറും വാടകയ്ക്ക് എടുത്തിട്ട് വന്നേക്കുക 2 നമ്മുടെ ജാക്ക് സ്പാരോനെ ട്രിവാൻഡ്രം വരെ പോയിട്ടൊന്ന് എടുത്തിട്ട് വരണം, അത്രേ ഉദ്ദേശമുള്ളൂ. അതിന് ഒരു കൂട്ട് അല്ല, ആക്ച്വലി 2 കൂട്ട്, അത്രേ ഉദ്ദേശമുള്ളൂ. പക്ഷേ ഇവന്മാർ 2 പേരും കഴുത്ത് വരെ വയറാണെന്നുള്ളത് എനിക്ക് അന്നാണ് മനസ്സിലായത്. നല്ല പോളിങ്ങാ. ഈ വീഡിയോയുടെ ആദ്യം ഞാനൊരു സ്കൂട്ടർ ഓടിച്ച് വരുന്നില്ലേ, അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചത് ഞാനൊരു റൈഡറാണെന്നാ. പക്ഷേ ഇവരെ കണ്ടതോടുകൂടി എൻ്റെ അഹങ്കാരം അങ്ങ് മാറിക്കിട്ടി. എൻ്റെ പൊന്നളിയാ. സജീവേട്ടൻ ലഞ്ച് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടും ഞാൻ നിർബന്ധിച്ചില്ല, പോവുകയാണെന്ന് പറഞ്ഞ് ഞാൻ പോകാൻ കാരണം എന്താ അറിയോ? ഇതാ കാരണം. ഏത് സമയം നോക്കിയാലും ഫുദ്ദേ എന്നും പറഞ്ഞ് നടക്കുന്നവന്മാരെ ഇവന്മാർ. സജീവേട്ടൻ്റെ ചെക്കനെങ്ങാനും കണ്ടാലുണ്ടല്ലോ, ചിക്കനാണെന്ന് പറഞ്ഞ് പിടിച്ച് തിന്ന് കളയും. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രത്തുള്ള സജീവേട്ടൻ്റെ വീട്ടിലെത്തി. ഈ 3 പേരിൽ ആരാണ് എൻ്റെ ജാക്ക് സ്പാരോ എന്ന് കണ്ടുപിടിക്കണേ. ഇവൻ 1. ഓക്കെ, ഈ സജീവേട്ടൻ വായിൽ ഇങ്ങനെ ഫുഡ് വെച്ച് കൊടുക്കുന്നില്ല, അവൻ 2. ബാഗിൻ്റെ അടുത്തുള്ളവൻ 3. ഇവരിൽ ആരാന്ന് പറയണേ. ഒരു പട്ടിജീവിതം എന്ന് പറയുന്ന എൻ്റെ ജാക്ക് സ്പാരോൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് പെട്ടെന്ന് ക്ലിക്കാവും. ഈ ബ്രീഡ് ഏതാണെന്ന് മനസ്സിലായിട്ടുള്ളവർ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഇത് ഒത്തിരി അങ്ങ് പോപ്പുലറായിട്ടുള്ളൊരു ബ്രീഡല്ല. അയ്യോ, ഈ പപ്പീസിനെ കണ്ടതിന് ശേഷം ഞാൻ അവന്മാർ 2 പേരും എവിടെയാണെന്ന് മറന്നു പോവുകയും ചെയ്തേ. അങ്ങനെ ഞാനും സജീവേട്ടനും കൂടി ഈ ജാക്ക് റസൽ ടെറിയറിൻ്റെ ഡീറ്റെയിൽസും സ്പെസിഫിക്കേഷൻസും അവരുടെ ക്വാളിറ്റിയും അവരുടെ പാരൻസിൻ്റെ ഡീറ്റെയിൽസും അവരുടെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളും ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചേച്ചി കൊണ്ടുവന്ന് ഫ്രൂട്ട് സലാഡിൻ്റെ ഗ്ലാസ് ഒരു 3 കൊണ്ടുവന്ന് തന്ന്, ഞങ്ങൾക്ക് 3 പേർക്കും തന്ന്. അത് 2 കിട്ടിയപ്പോഴേക്കും 2 പേരും മൂലയ്ക്ക് എവിടെയോ പോയിരുന്നതിരുന്ന് കുടിക്കുന്നുണ്ടായിരുന്നു. എന്നാലായിക്കോട്ടെ, ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഡിസ്കഷൻ ചെയ്യാനുണ്ടല്ലോ എന്ന് കരുതി ഇനി ഇതുങ്ങളുടെ 2 പേരുടെയും ഉള്ളിൽ കിടക്കുന്ന മൃഗം ഒന്നും ചാടി എണീക്കേണ്ടെന്ന് വിചാരിച്ച് ജോസ് കഴി എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെയും കൂടെ അവന്മാർക്ക് കൊടുത്ത്. അതുകൊണ്ട് മെയിനായിട്ട് ഇവന്മാരെ കൊണ്ടുപോയതിൻ്റെ കാരണം തന്നെ 1, കാറിൽ എനിക്ക് ജാക്ക് സ്പാരോനെ കൊണ്ടുവരണം. 2, കുറച്ച് നല്ല വീഡിയോസ് എടുക്കണം. വീഡിയോസിൻ്റെ ക്വാളിറ്റി കണ്ടല്ലോ അല്ലേ, എങ്ങനെയൊക്കെ എടുത്തു വെച്ചിരിക്കുന്നതെന്ന്. പപ്പീനെ എടുക്കാൻ പറയുമ്പോൾ പപ്പി തിരിഞ്ഞടക്കുന്ന എടുക്കുന്നത്. എന്ത് ചെയ്യാനത്? ഈ ജാക്ക് റസൽ ടെറിയറിന് എടുത്താലുള്ള മെയിൻ ഗുണം എന്താണെന്നറിയോ? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മെയിൻ്റനൻസ് ഭയങ്കര കുറവായിരിക്കും. നമ്മൾക്ക് ഒരുപാട് മെയിൻ്റനൻസ് ഉണ്ടാവില്ല. സെക്കൻഡ്, ഇവരൊരു അഡൾട്ടായി കഴിഞ്ഞാൽ പോലും ഇവരുടെ വെയിറ്റ് എത്രയാണെന്നറിയോ? മാക്സിമം ഒരു 5 കിലോ 6 കിലോ അത്രേ വരത്തുള്ളൂ. നമുക്കൊരു സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിലോ ബൈക്കിൻ്റെ ഫ്രണ്ടിലോ ഒക്കെ സുഖമായിട്ട് അവരെ കൊണ്ടുനടക്കാം. ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കുന്നൊരു ഡോഗാണ്. എന്നാൽ പറയുമ്പോൾ ഇതൊരു ടോയ് ബ്രീഡാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇവർ ചെറുതാണെങ്കിലും തീർച്ചയായിട്ടും ഇവർ ടോയ് ബ്രീഡല്ല. ഇവർ ഭയങ്കര കമ്പാനിയനായിട്ടുള്ള അതായത് എന്താ പറയുക, ഭയങ്കര ഓവർ ആക്റ്റീവാണ്, ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ഡോഗ്സാണ്. അയ്യോ, വേറെ ലെവല്. ഞാനിപ്പോൾ മേടിച്ചിട്ട് തന്നെ ഇപ്പോൾ അവനുണ്ടല്ലോ, ജാക്ക് സ്പാരോക്ക് ഇപ്പോൾ 7 മാസം കഴിഞ്ഞേ. എന്തൊരു ആക്റ്റീവാണെന്നറിയാമോ? ആക്റ്റീവാണെന്നുള്ളത് മാത്രമല്ല, ഭയങ്കര കമ്പാനിയനായിട്ട് നമ്മളുടെ കൂടെ, എന്നാൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കാതെ നടക്കുന്ന ഒരു ഡോഗാണ്. ഞാനിതിനു മുന്നേ വളർത്തിയത് ഗോൾഡൻ റിട്രീവറാണ്. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് 2 പേരുടെയും ക്യാരക്ടർ തമ്മിൽ. ഗോൾഡൻ റിട്രീവർ എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കാറില്ലേ, എന്താ ഭയങ്കര സ്നേഹമാണ്, വീട്ടിൽ ആര് വന്നാലും അവരോട് ഭയങ്കരമായിട്ട് സ്നേഹം കാണിച്ച് അവരുടെ മേത്തേക്ക് ചാടിക്കയറി ഇവരങ്ങനെയൊന്നുമല്ല. ഇവരങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരുടെ മേത്തേക്ക് ചാടിക്കയറുക അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഓണറിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നടന്നോളും. ഓണറാണ് അവർക്കെല്ലാം. ഓണറാണ് അവർ. ഇപ്പോൾ ഇതിനകത്ത് എൻ്റെ പപ്പി ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ബോൾ ക്രേസ് കൂടുതലുള്ളൊരു ഡോഗാണ് എൻ്റെ ഡോഗെന്ന് പറയുന്നത്. അവനാണെങ്കിലുണ്ടല്ലോ, ബോൾ ഏത് സമയവും കളിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. ബോൾ ക്രേസ് ഭയങ്കരമായിട്ടുണ്ട്. ബോൾ കണ്ടു കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട. പക്ഷെ ബോൾ കളിക്കാൻ കൊടുത്തതിന് ശേഷം ഞാൻ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവൻ ബോളും കളഞ്ഞിട്ട് എൻ്റെ പുറകെ വരത്തുള്ളൂ. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ചില സമയങ്ങളിലൊരു സിംഗിൾ മാസ്റ്റർ ആണോ നമുക്ക് തന്നെ തോന്നിപ്പോവും. ഈ ഒരു ബ്രീഡിനെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റിയോടുകൂടി കിട്ടാനായിട്ട് ഞാൻ ഒരുപാട് അലഞ്ഞിട്ടുള്ളതെന്നുള്ളത് ഭയങ്കരമായൊരു സത്യം പറഞ്ഞാൽ ഈ കേരളത്തിൻ്റെ അകത്തും തമിഴ്നാട്ടിലൊക്കെ നല്ല നല്ല പപ്പീസിന് അവൈലബിൾ ആണ്.
പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ ജാക്ക് റസൽ ടെറിയർ ആണെന്ന് പറഞ്ഞ് മേടിച്ച് കഴിഞ്ഞ് കുറച്ചത് അഡൾട്ടായി കഴിയുമ്പോൾ ചിലപ്പം പഗ്ഗിൻ്റെയൊക്കെ അതായത് കുറച്ച് നീളം കൂടുതലോ അല്ലെങ്കിൽ കുറച്ച് ഹൈറ്റ് കൂടുതലോ അല്ലെങ്കിൽ കാലിന് ബെൻഡോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ഞാൻ ഈ കേരളത്തിൽ പോകാവുന്നത്രയും സ്ഥലങ്ങളിൽ പോയി ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ കണ്ടുപിടിച്ചൊരു ചക്കര മുത്താണ് ഈ എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാ? എന്നാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാൽ പിന്നെ അങ്ങോട്ടെ.